നമസ്കാരം. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഇറ്റലി ഫാം വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഒരു ബട്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 800 ഗ്രാമോളമാണ് ബോൺലെസ് ചിക്കൻ എടുത്തിരിക്കുന്നത്. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് ബോൺലെസ് ചിക്കൻ തന്നെയാണ്. ഇനി അഥവാ നമ്മുടെ വീട്ടിലെപ്പോഴും ബോൺലെസ് ചിക്കൻ കാണുന്നില്ല, അങ്ങനെയാണെങ്കിൽ എല്ലുള്ള ചിക്കൻ ആണെങ്കിലും എടുക്കാം. അതൊരു മീഡിയം രീതിയിൽ മുറിക്കാം. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഒരു 2-3 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ അതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ഉപ്പാണ്. ഒരു കുഞ്ഞു സ്പൂണിന് ഒരു 2-3 സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു 1.5 സ്പൂൺ വിനാഗിരിയാണ്. ഒത്തിരി ചേർക്കേണ്ട, ഒരു 1.5-2 സ്പൂൺ ചേർത്താലും കുഴപ്പമില്ല, ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അതിലോട്ട് വേണമെങ്കിൽ യോഗൂർത്ത് ചേർക്കാം. പക്ഷേ ഞാൻ യോഗൂർത്ത് ചേർക്കുന്നില്ല, അത് ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് യോഗൂർത്ത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ യോഗൂർത്ത് ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ ഉള്ള ഈ ഇൻഗ്രീഡിയൻറ്റെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഞാൻ വെക്കുകയാണ്. നമുക്കൊരു 1/2 മണിക്കൂർ മിനിമം എങ്കിലും വേണം. ഇതിൻ്റെ സമയമുണ്ടെങ്കിലും നമുക്കത് 1 മണിക്കൂർ 2 മണിക്കൂർ വേണമെങ്കിലും വെക്കാം. ഞാൻ ഇപ്പം 1/2 മണിക്കൂറേ വെക്കണം. ഞാൻ പാൻ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഒരു 3-4 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ നമ്മൾ ആഡ് ചെയ്തിരുന്നു. എണ്ണയിൽ കിടന്ന് ഒന്ന് വറുത്തെടുക്കാം. അധികം എണ്ണ അതിനകത്ത് കൊടുക്കണ്ട, കുറച്ച് എണ്ണ കൊടുത്തിട്ട് നമുക്ക് ആ എണ്ണയിൽ തന്നെ വറുത്തെടുക്കാം. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്നുണ്ട്, നമുക്കൊരു കുറച്ച് കൊടുത്ത് നമുക്ക് ആ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ ആ മസാലയൊക്കെ പിടിക്കത്തക്ക രീതിയിൽ വറുക്കും. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലോട്ടൊരു ശകലം എണ്ണയും കുറച്ച് ബട്ടറും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാണ്. ശകലം എണ്ണ ഒഴിച്ച് നന്നായിട്ട് ആ എണ്ണയും ബട്ടറും ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിൻ്റെ അകത്തോട്ട് ഞാനൊരു വലിയ സവോള ഒരു നീളത്തിലരിഞ്ഞാണ് അത് അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ അകത്തോട്ടേക്ക് ഒരു കുഞ്ഞ് പച്ചമുളക്, അതിന് അധികം എരിവ് വേണ്ട, ചെറിയൊരു എരിവ് മതി. അപ്പോൾ അതിനൊരു പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒരു 2 സ്പൂണ്, നന്നായിട്ട് അതിൻ്റെ അകത്തുനിന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഇതിലോട്ടായി മീഡിയം രീതിയിൽ വഴന്ന് കഴിയുമ്പോഴേക്കും അതിനകത്തോട്ടേക്ക് ഞാനൊരു 3 തക്കാളി, അത് 4 തക്കാളിയാണ്, 4 തക്കാളിയാണ് ഞാൻ ആക്ച്വലി എടുത്തിരിക്കുന്നത്. ശരിക്കും 3 തക്കാളി മതി. അതിൽ ഒരെണ്ണം ചെറുതായതുകൊണ്ട് ഞാനൊരു 4 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇത് നമുക്ക് ഇതിനകത്തോട്ടേക്കിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പകുതി ഇതായി കഴിയുമ്പോഴേക്കും ഞാൻ എൻ്റെ തൊട്ടേക്ക് ഒരു ശകലം കാശ്മീരി മുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുകയാണ്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 2 സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിനോട് ഒരു ശകലം ഗരം മസാല, ഒത്തിരി വേണ്ട, ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തതായതുകൊണ്ട് നല്ല ഒരു ഫ്ലേവറുണ്ട്. ശകലം ഗരം മസാല മതി, അധികം ചേർക്കണ്ട, അത് ശകലം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര, ഞാനൊരു കുഞ്ഞു സ്പൂണിന് ഒരു 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലൊന്നും എനിക്ക് മെഷർമെൻറ്റ്സ് ഒന്നും പറയാൻ അറിയത്തില്ല, ഇതെല്ലാം എൻ്റെ ഒരു കൈമരുന്നിനാണ് ഞാൻ ചെയ്യുന്നത്. നന്നായിട്ട് ഒന്ന് വെന്തിങ്ങ് വന്നു കഴിയണം. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം.
ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ഇതിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരു ശകലം ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ശകലം ഉപ്പും കൊണ്ട് ഞാൻ അതിൻ്റെ അകത്തോട്ട് ഞാൻ ആഡ് ചെയ്തു. ഇപ്പോൾ എല്ലാം കൂടെ അതിൻ്റെ അകത്ത് കിടന്ന് കാഷ്യൂനട്ടും മസാലയും കൂടെ നന്നായിട്ട് കൊണ്ട് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലോട്ട് മാറ്റാം. നമ്മൾ തക്കാളി നന്നായിട്ട് അത് വെന്ത് ഇതിലേക്കും അത് മിക്സിയിൽ ആറിയതിന് ശേഷം അടിച്ചെടുക്കുക. നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ വറുത്ത സെയിം പാത്രം തന്നെയാണ് ഞാൻ വീണ്ടും ഉപയോഗിക്കുന്നത്. ആ പാത്രത്തിലോട്ട് നമ്മൾ ഈ മിക്സി തക്കാളി അരച്ച് നന്നായിട്ട് ചേർക്കുക. തക്കാളി അരച്ച് അതിൻ്റെ കൂട്ടത്തിലോട്ട് ഞാൻ ആ ചാറും കൂടെ നന്നായിട്ടൊന്ന് കഴുകി ഞാൻ അതിൻ്റെ വെള്ളം ചേർത്തിട്ടുണ്ട്. ആ ചാറ് നമുക്ക് ഇച്ചിരി നന്നായിട്ട് നീണ്ടിരിക്കണം. അപ്പം അത് നമ്മൾ എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഒന്നും കൂടെ കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചാറ് എപ്പോഴും കുറച്ച് നീണ്ടിരിക്കാം. അതൊരു 2-3 മിനിറ്റും കൂടെ തിളക്കട്ടെ. ഈ അരച്ചത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അരിപ്പയിലിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഞാനത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് ഞാൻ പിന്നെ അരിക്കാൻ നിന്നില്ല. വേണ്ടവർക്ക് അരിച്ചെടുക്കാം. അതിൻ്റെ ഒരു 2-3 മിനിറ്റും കൂടെ നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും ഞാൻ അതിൻ്റെ തൊട്ടേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഞാൻ ആഡ് ചെയ്തു. അതൊരു 250-300 ml ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഒരു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കുക. അതിനുശേഷം ഞാൻ കസ്തൂരി മെത്തി ഒന്ന് വറുത്തെടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ച് ഞാൻ അതിൻ്റെ അകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പ്ലസ് കുറച്ച് ബട്ടറും കൂടെ ഞാൻ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തു. ബട്ടർ ക്രീം എന്ന് പറയുമ്പോൾ ബട്ടറാണല്ലോ അതിൻ്റെ അകത്ത് മെയിൻ. എല്ലാം ഇച്ചിരി നന്നായിട്ട് റിച്ചായിട്ട് വരുന്നുണ്ട്. ഹെവി ക്രീമും പിന്നെ എൻ്റെ ഹെവി ക്രീമും ബട്ടറുമാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാനായിട്ട്. അപ്പോൾ അത് ഞാൻ ഇച്ചിരി നന്നായിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അത് ബട്ടർ അതിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്യുക. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഒരു 3-4 മിനിറ്റും കൂടെ അതിൻ്റെ അകത്ത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കാൻ കൊടുക്കുക. കാരണം ചിക്കനിന് എന്തെങ്കിലും കൂടെ കുറച്ച് നമ്മൾ വറുത്തെടുത്ത സമയത്ത് കുറച്ചും കൂടെ വല്ലതും വേകാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ചാറിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ട് തിളച്ച് വേകട്ടെ. അപ്പോൾ ആ ചിക്കനിലോട്ട് അതിൻ്റെ ആ മസാലയും ബട്ടറും ഹെവി ക്രീമും ഉപ്പും ഒക്കെ എല്ലാം ഒന്ന് പിടിച്ച് നന്നായിട്ട് സെറ്റായി വരുന്നിടം വരെ ഒരു 2-3 മിനിറ്റും കൂടെ അത് ഇളക്കി കൊടുക്കുക. അപ്പം തിളയ്ക്കുമ്പം തന്നെ അതിൻ്റെ ചാറ് കുറച്ചും കൂടെ ഒന്ന് വറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നേരത്തെ വെള്ളം ചേർക്കുമ്പം തന്നെ ഇച്ചിരി അതിൻ്റെ ചാറ് നീട്ടി വരണമെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം. ഇപ്പം അതൊരു 2-3 മിനിറ്റ് ഇപ്പം അതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ട് തിളച്ച് നന്നായിട്ടെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിനി അതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഞാൻ സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കുറച്ച് അതിൻ്റെ മേളിലോട്ട് കുറച്ച് നമ്മുടെ ഫ്രഷ് ക്രീമും കൂടെ അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ആഡ് ചെയ്യേണ്ടത് നമുക്ക് മല്ലിയിലയാണ്. ഞാൻ മല്ലിയില ചെയ്യുന്നില്ല, കാരണം പിള്ളേർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അത് കടിക്കുന്നതും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ചേർക്കുന്നില്ല. പിന്നെ ഞാൻ അതിൻ്റെ മേളിൽ ടോപ്പിംഗ് ആയിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഞാൻ അന്ന് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് ഇടുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ ഒക്കെ നന്നായിട്ട് പോകുന്ന ഒരു കോമ്പിനേഷനാണ്. പൊറോട്ടയുടെ കൂട്ടത്തിലും പിള്ളേർ കഴിക്കാത്തവർക്ക് പൊറോട്ടയുടെ കൂട്ടത്തിൽ കഴിക്കാവുന്നതാണ് ഇഷ്ടം. ഇത് എരിവില്ലാത്ത ഒരു ചിക്കൻ കറി ആയതുകൊണ്ട് പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ അവർ കഴിക്കുന്ന ഒരു കറിയാണ് ബട്ടർ ചിക്കൻ. ഞാൻ പിന്നെ കുഞ്ഞു മോൾക്ക് ഞാനത് ചോറിൻ്റെ കൂടെയും കൊടുക്കാറുണ്ട്. നമ്മൾ ചോറോ അല്ലെങ്കിൽ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ സജഷൻസ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.